നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ സ്റ്റാർ മണ്ഡലങ്ങളിലാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പല മണ്ഡലങ്ങളിലും പല സ്റ്റാർ സ്ഥാനാർത്ഥികൾ നിൽക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റു മണ്ഡലത്തിലാണ് ഇവരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നതിനെ ചൊല്ലി കൊണ്ടുപിടിച്ച ചർച്ച നടക്കുകയാണ്. പലപ്പോഴും പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ അതൃപ്തി പൊളിറ്റിനെ അറിയിച്ച് ഇപ്പോൾ കെ ശൈലജ ടീച്ചർ. മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന നിലപാടിലാണ് കെ ശൈലജ. CPM ജനറൽ സെക്രട്ടറി MA ബേബി നേരിട്ട് അറിയിച്ചു. മട്ടന്നൂർ സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ മത്സരിക്കാനില്ലെന്നാണ് കെ ശൈലജയുടെ നിലപാട്. പേരാവൂരിൽ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ കെ ശൈലജയെ രംഗത്തിറക്കാൻ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന് താല്പര്യമുണ്ടെങ്കിലും UDF സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച് ഭാഗ്യ പരീക്ഷണത്തിനില്ലെന്നാണ് കെ ശൈലജയുടെ നിലപാട്. ഹാട്രിക് ഭരണം ലക്ഷ്യമിടുന്ന CPMന്റെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ ശൈലജയും ഉൾപ്പെടും. കെ ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും മണ്ഡലത്തിൽ പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ മട്ടന്നൂരില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് കെ ശൈലജ. മണ്ഡലം മാറ്റുന്നത് സംബന്ധിച്ച അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. 5 വട്ടം മത്സരിച്ചതിനാൽ കെ ശൈലജ മത്സരിക്കേണ്ടെന്ന നിലപാടും ചില നേതാക്കൾ സ്വീകരിച്ചിട്ടുണ്ട്. മട്ടന്നൂർ അല്ലെങ്കിൽ തളിപ്പറമ്പ്, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിൽ പരിഗണിക്കാനാണ് സാധ്യത. മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെയോ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P പുരുഷോത്തമനെയോ പരിഗണിക്കാമെന്ന നിർദ്ദേശവും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. തളിപ്പറമ്പിൽ ശൈലജയ്ക്ക് പുറമെ MV ജയരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N സുകന്യ തുടങ്ങിയ പേരുകളും പരിഗണനയിലുണ്ട്. മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യയാണ് N സുകന്യ. MV ഗോവിന്ദന്റെ ഭാര്യയും ആന്തൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സണുമായ PK ശ്യാമളയുടെ പേരിനും പിന്തുണ ലഭിച്ചെന്നും വിവരമുണ്ട്. അതേസമയം തളിപ്പറമ്പിൽ MV നികേഷ് കുമാറിനെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലാണ് MV ഗോവിന്ദൻ. നിയമസഭാ സ്പീക്കർ N ഷംസീർ ഇത്തവണ മത്സരിക്കുന്നതിലും ആശയക്കുഴപ്പമുണ്ട്. അങ്ങനെ വന്നാൽ തലശ്ശേരിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ, MV ജയരാജൻ എന്നീ പേരുകൾ ജില്ലാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനന് 2ാം തവണയും മത്സരം നൽകുമെന്ന് ഉറപ്പാണ്. മധുസൂദനനെ മാറ്റിയ രക്തസാക്ഷി ഫണ്ട് ദുർവിനിയോഗം അടക്കമുള്ള ആരോപണം ശരിവെക്കുന്നതിന് തുല്യമാകുമെന്നതും ഇതിന് പിന്നിലുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ P ജയരാജൻ, P ശശി എന്നിവരെ ജില്ലാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചിട്ടില്ല. അഴീക്കോട്ടെ KV സുമേഷും കല്യാശ്ശേരിയിൽ MC വിജിനും പേരാവൂരിൽ CPM ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനും മത്സരിക്കും. കണ്ണൂരിലും കൂത്തുപറമ്പിലും ഘടകകക്ഷികളാകും മത്സരിക്കുന്നത്. തളിപ്പറമ്പിൽ N സുകന്യയുടെ പേരിനോടും പാർട്ടിയിൽ വിയോജിപ്പ് ഉയർന്നിട്ടുണ്ട്. സുകന്യയെ വെട്ടാനാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനം. തളിപ്പറമ്പിൽ MV ഗോവിന്ദന് താല്പര്യം MV നികേഷ് കുമാറിനെയാണെന്നാണ് റിപ്പോർട്ട്. MV നികേഷിനെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലാണ് MV ഗോവിന്ദൻ. സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിനെ ചൊല്ലി കണ്ണൂരിൽ തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. തലശ്ശേരിയിൽ ഫസൽ വധക്കേസിലെ പ്രതികളായ രാജൻ നിന്നാൽ മറ്റിടങ്ങളിൽ തിരിച്ചടിയാകുമോ എന്ന പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും ആശങ്കയുണ്ട്. തലശ്ശേരിയിൽ സ്പീക്കർ N ഷംസീർ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണമുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ അതിന് സാധ്യത ഇല്ലെന്നായിരുന്നു തെളിയുന്നുണ്ടായിരുന്നത്. ഇതിനിടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായ ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നുണ്ട്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിലും മുൻപന്തിയിലാണ് PK ശ്യാമളയുടെ പേര്. നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലുള്ള 2 ടേം വ്യവസ്ഥ CPM പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും വിജയ സാധ്യത കണക്കിലെടുത്ത് ഇതിൽ ഇളവ് നൽകാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരുന്നു. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർക്ക് 3-ാം ഊഴം നൽകേണ്ടെന്ന വ്യവസ്ഥ കർക്കശമല്ലെന്നും പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവ് നൽകുന്ന കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയിലാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടു. സിറ്റിംഗ് MLA മാറ്റിയാലും മണ്ഡലം നിലനിർത്താൻ കഴിയുമെങ്കിൽ പകരക്കാരെ നിർദ്ദേശിക്കാം. എന്നാൽ സിറ്റിംഗ് MLA അനിവാര്യമാണെന്ന് കണ്ടാൽ അവർക്ക് ഇളവ് നൽകി വീണ്ടും മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. കണ്ണൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ കെ ശൈലജയുടെയും ഷംസീറിന്റെയും പേരുകൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ടേം വ്യവസ്ഥയുടെ ഭാഗമായാണ്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ ശൈലജയുടെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വമാകും അന്തിമ തീരുമാനമെടുക്കുക. ഷംസീറിന്റെ കാര്യത്തിലും അവസാന നിമിഷം അനുകൂല തീരുമാനമുണ്ടായേക്കും. അതേസമയം 2 ടേം പിന്നിട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മട മണ്ഡലത്തെക്കുറിച്ച് തർക്കങ്ങളില്ലാതെ തന്നെ ഇളവ് നൽകാൻ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായിട്ടുണ്ട്. ജില്ലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി പരിശോധിക്കും. 140 മണ്ഡലങ്ങളിലെ മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും സമാന്തരമായി നടത്തിയ വിവരശേഖരണത്തിന്റെ
അടിസ്ഥാനത്തിലാകും മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന പട്ടികയിൽ വിജയസാധ്യത മുൻനിർത്തി സംസ്ഥാന നേതൃത്വം തിരുത്തലുകൾ വരുത്തും. ഇതിനുശേഷം കേന്ദ്ര കമ്മിറ്റിയുടെ കൂടി അംഗീകാരം ലഭിക്കുന്നതോടെയാകും CPM-ന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുക. മറ്റുള്ള മുന്നണികളും ഇതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ ഏതൊക്കെ മണ്ഡലത്തിൽ നിർത്തിയാൽ അവിടെ വിജയം കരസ്ഥമാക്കാം എന്നുള്ള ചൂടുപിടിച്ച ചർച്ചകൾ അവിടെ പുരോഗമിക്കുകയാണ്. ഇതുവരെയായിട്ടും ഒരു മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ മണ്ഡലങ്ങളാണ് മത്സരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. അതിനായി കാത്തിരിക്കുകയാണ് സംസ്ഥാനം.